വിജയ ചേട്ടൻ പറഞ്ഞൊരു കാര്യം, എന്നെ ഫസ്റ്റ് വിളിക്കുന്നത് ഇത് പറഞ്ഞിട്ടാണ്. നിവിൻ ചേട്ടൻ്റെ നായികയായിട്ടാണെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അത് ഇങ്ങനെ സെറ്റ് ആവും, അല്ല അങ്ങനെയാണ് കഥ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. നാളെ കഴിഞ്ഞ് ചിലപ്പോൾ ഞാനും കാണും. ഞാൻ ആദ്യമായിട്ടാണ് ഫുൾ റിസ്കിൽ ഒരു സിനിമ ഇറക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്താകുമെന്ന് ഞാനിങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് ഭാര്യ അതുകൊണ്ടിട്ട് എൻ്റെ കൂടെ നിൽക്കാതെ വീട്ടിൽ ഭാഷയിൽ ഡബ് ചെയ്യണം എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ ചോദ്യം. വേണ്ട, ഈ വർഷം നമ്മൾ പകർത്തോണ്ടിരിക്കുകയല്ലേ, നമ്മളുടെ സിനിമ അല്ലേ എല്ലാവരും. അത് പറയുമ്പോൾ ഉള്ളെന്ന് വരുന്ന പോലെ ഫീൽ ചെയ്തു. ചേട്ടൻ്റെ സ്വന്തം ഡയലോഗ് ആയിരുന്നു. അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയുമ്പോൾ അത് ഉള്ളിൽ നിന്ന് വരുമല്ലോ, അവസ്ഥ വെച്ചിട്ട് അത് ഉള്ളിൽ നിന്ന് വന്നതിലേ പറ്റില്ല. മറ്റേ വിനീതിന്റെ ഐഡിയ ആണ്, എന്റെ ഒരു പങ്ക് പറ്റത്തില്ല. വന്നിട്ട് സീരിയസ് ആയിട്ടിരിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അനശ്വര ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിവിൻ ഭയങ്കര കണ്ടോ ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഡിജോ പറയുന്ന കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുക, കൃത്യമായ മറുപടി കൊടുക്കുക, ഇതാണ് ഉദ്ദേശ ലക്ഷ്യം. ബുധനാഴ്ച നമ്മുടെ സിനിമ ഇറങ്ങുകയാണ്. അപ്പോൾ അത് ഒന്ന് നമ്മളെല്ലാവരും അറിയിക്കുക എന്നൊരു ഇതുണ്ട്. ബേസിക്കലി ബുധനാഴ്ച സിനിമ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മുടെ ടൈം ഫ്രെയിമിലൊക്കെ എല്ലാം വെള്ളിയാഴ്ചയാണ്. പിന്നെ അത് കുറച്ചങ്ങ് തേഴ്സ്ഡേ എന്ന രീതിയിലേക്കായി. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ലോക തൊഴിലാളി ദിനത്തിൽ നമ്മൾ ഫസ്റ്റായിട്ടാണ് May 1 ബുധനാഴ്ച നമ്മൾ സിനിമ ഇറങ്ങും. അപ്പോൾ അത് പലരും അറിഞ്ഞിട്ടില്ല. ഇവിടെ വന്നിരുന്നിട്ട് ഒന്നും ഇടായിരുന്നു കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കാരണം നാളെ സിനിമ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഇന്നലെ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇന്നലെ ഇതിൻ്റെ ഒരു കുട്ടി ടീസർ ഈ PVന് ഇറക്കിയത്. ഇപ്പം അല്ലാതെ ഇതിനു മുമ്പ് വന്നിട്ടുള്ള കണ്ടന്റുകളെല്ലാം വെച്ച് ഇതൊരു ഭയങ്കരമായ തമാശ പടമാണോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും എന്ന് ഓർത്തിട്ടാണ് ഇന്നലെ ഡിജോയും നിവിനും ഷാരിസും ഞങ്ങളെല്ലാം കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ടീസർ ഇറക്കിയത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഉൾപ്പെടെ എല്ലാവരും PVയും പറഞ്ഞു ഇത് ഇപ്പോഴും പിടിയിട്ടിട്ടില്ല, ഇത് എന്ത് ടൈപ്പ് ഓഫ് സിനിമയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയും ഇതിങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഇത് കുറച്ചെങ്കിലും തുറന്നു വിട്ടാലേ ഉള്ളൂ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ പ്രസ് മീറ്റ് ഇവിടെ സംഘടിപ്പിച്ചത്. അപ്പം ഡിജോ പറഞ്ഞ പോലെ ഇവിടെ ഇരുന്നിങ്ങനെ ഇവിടെ വന്നിട്ട് സീരിയസ് ആയിട്ടിരിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അനശ്വര ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിവിൻ ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഡിജോ പറയുന്ന കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുക, കൃത്യമായ മറുപടി കൊടുക്കുക, ഇതാണ് ഉദ്ദേശ ലക്ഷ്യം. സോ ഇപ്പോൾ എന്ത് ചോദിക്കാനുണ്ടെങ്കിലും ധൈര്യമായിട്ട് ചോദിക്കാം. ഡിജോ അതിനെല്ലാം ഷാരിസും പ്രിപ്പയറാണ്. അപ്പോൾ വന്നിട്ട് കൃത്യമായ ഉത്തരം തരും. നിവിൻ ചിലപ്പോൾ ഒന്നും മിണ്ടിയില്ലെന്ന് വരും, കാരണം ഭയങ്കര അനുസരണയുള്ള ആളാണ്. മലയാളി ഫ്രം ഇന്ത്യയിൽ സെയിം കണ്ടന്റ് അല്ല, രണ്ട് സിനിമ യും ജനഗണമനയിൽ നിന്ന് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ശരി. ജനഗണമന അത് അഡ്രസ് ചെയ്യുന്ന ഒരു ക്രൈം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സൊസൈറ്റി നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ഒരു പ്രതിഷേധമുണ്ട് അതിനകത്ത്. മലയാളി ഫ്രം ഇന്ത്യയിലും ആ ഒരു ഇതില് പ്രതിഷേധമൊന്നുമല്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ക്വീൻ എന്ന് പറഞ്ഞ സിനിമയിൽ അവിടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഏറെക്കുറെ കണക്ട് ചെയ്യാൻ പറ്റിയ ക്യാമ്പസിലെ പിള്ളേർക്കാണ്. അവർക്ക് ഉണ്ടായൊരു ഇൻസിഡന്റ് അത് തന്നെയാണ് ഇപ്പൊ ബ്രദറെ ചോദിച്ച ചോദ്യത്തിനോട് തന്നെയാണ് ഉത്തരം പറയുന്നത്. ക്വീനിൽ അങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റും. ജനഗണമനയിൽ മോർ ഓഫ് നമ്മൾ കണ്ടതുപോലെ കേട്ടതുമായ ഏതോ ഒരു ഇൻസിഡന്റിലേക്ക് ഭയങ്കരമായിട്ടൊരു കണക്ട് ഫീൽ ചെയ്തു. ഇത് അതുപോലെ ഒരു സാധാരണ മലയാളിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അത് ഞങ്ങളുടെ ആത്മവിശ്വാസമാണ്, കൂടെ പ്രാർത്ഥനയുണ്ട്. കാര്യം ഇത് അതുകൊണ്ട് തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന ടൈറ്റിലേക്ക് അല്ല, ഇതാണ് ഇപ്പൊ ബ്രദർ ചോദിച്ച ചോദ്യമാണ് ഞങ്ങൾ ഇന്നലെ ടീസർ വിടാനുള്ള കാര്യം. ഞങ്ങൾ പ്രൊമോ ചെയ്ത സമയത്ത് ഞാനും നിവിനും തമ്മിലുള്ള ഒരു ജിമ്മിലെ സീക്വൻസ് അത് പ്ലാൻഡ് സീനായിരുന്നു. അപ്പോൾ അത് നമ്മൾ ചെയ്തു, ആൾക്കാർ ഭയങ്കര റെസ്പോൺസ് കിട്ടി. പക്ഷെ അതിലും നമ്മൾ ചെറുതായിട്ട് ഹിന്റ് ചെയ്യുന്നുണ്ട് ഈ സിനിമ അതല്ല. സിനിമയിൽ ചെറിയ കൊച്ചു തമാശകളുണ്ടാവും, കാര്യമുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവൻ്റെ കളിയിൽ അല്പം കാര്യമുള്ള സിനിമയാണ്. അപ്പോൾ പക്ഷെ എനിക്കൊന്ന് പ്രേക്ഷകർ ആ പ്രോമോ കണ്ടപ്പോഴും അല്ലെങ്കിൽ വേൾഡ് മലയാളി ആന്തം കണ്ടപ്പോൾ എല്ലാവരും ആ കളിയിലേക്ക് ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആയി. എല്ലാവരും വിചാരിച്ചു ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു ലാഫ് റയറ്റാണ് സിനിമ. അപ്പോഴാണ് ഞങ്ങൾക്ക് അത് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ ഞങ്ങൾക്ക് തന്ന ദൗത്യമാണ്. കാര്യം ഞങ്ങൾ എവിടെ ചെന്ന് കഴിയുമ്പോൾ ചിരിച്ചും അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇത് അങ്ങനെ അതല്ല നമ്മൾ ഉദ്ദേശിച്ചത്. കുറേ നാളേക്ക് ഇപ്പം നിവിൻ വേറൊരു സ്ട്രീം ഓഫ് സിനിമ അറ്റംപ്റ്റ് ചെയ്ത് ഭയങ്കര രസകരമായിട്ട്. അപ്പോൾ
നിവിൻ്റെ തമാശ വരുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ പറഞ്ഞ പോലെ വർഷങ്ങൾക്ക് ശേഷം വരികയും തിരിച്ച് അതിലോട്ട് വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും പ്രതീക്ഷ കുറേയും കൂടെ കളിയിലേക്ക് മാത്രമായി. അപ്പോഴാണ് ഞങ്ങൾ ഇന്നലെ കളിയിൽ അല്പം കാര്യം എന്ന രീതിയിലേക്ക് അപ്പോൾ എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടെ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന എല്ലാവർക്കും ഭയങ്കര ക്ലിയർ ആയിട്ടുണ്ടാവും. അതാണ് ബ്രദർ ചോദിച്ചതിൻ്റെ റീസൺ. നിങ്ങൾ തന്നെ തന്ന റെസ്പോൺസിലാണ് ഞങ്ങൾക്ക് ഒരു തിരിച്ചറിവുണ്ടായി. ഞങ്ങൾ അങ്ങനെ ഒരു ടീച്ചറിലോട്ട് പോവാൻ ഞങ്ങൾക്ക് പറ്റിയത്. അതാണ് അതിൻ്റെ റീസൺ. ഇവിടെ ഇപ്പോ ഈ ഇവിടെ ഓക്കെ. ഈ എല്ലാവരും ടീച്ചർ കണ്ടപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞൊരു ഫാക്ടർ ഉണ്ടല്ലോ, ഈ നിവിൻ പോളിയും അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് സോണിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത്. ശരിക്കും അവിടെ ഇപ്പോ രണ്ടാമത്തെ ടീച്ചർ ഇട്ടപ്പോഴും ശരിക്കും അവിടെ സംഭവിച്ച റീഡിഫൈനിങ് ഫാക്ടർ ഉണ്ടല്ലോ. അദ്ദേഹത്തിനെ പോലെ ഒരു സ്റ്റാറിനെ കൊണ്ടുവന്ന് നമുക്ക് എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ ചെയ്യിക്കാം. ശരിക്കും ഓൺ ദി ഫസ്റ്റ് ഡ്രാഫ്റ്റ് തന്നെ ഇത് നിവിൻ പോളി ചിത്രമായിരുന്നു. ഇത് ആക്ച്വലി ഞാൻ ചെയ്യുന്ന സിനിമകൾ പൊതുവേ ഐ ഡിപ്പെൻഡ് മോർ ഓൺ ടു ദ കഥ. അതായത് നമ്മുടെ സ്റ്റോറി ലൈൻ സ്ക്രിപ്റ്റിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഷാരിസ് ആണെങ്കിലും അപ്പം നേരത്തെ ലിസ്റ്റിൻ്റെ അടുത്ത് മുന്നേ ഷാരിസ് പറഞ്ഞ കഥയാണ്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഷാരിസ് പിന്നെ എപ്പോഴും ഒരു ദിവസം എൻ്റെ അടുത്ത് ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആയി. അത് മേ ബി ആസ് എ മലയാളി എനിക്ക് കിട്ടിയ ഒരു വികാരമായിരിക്കാം. എനിക്കത് ഭയങ്കരമായിട്ട് കണക്ട് ആയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും നിവിനും തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യണം എന്നുള്ളൊരു വന്നപ്പോൾ പെട്ടെന്ന് അങ്ങനെ വന്ന ഒരു പ്രോജക്റ്റാണ് ഈ മലയാളി ഫ്രം ഇന്ത്യ. അതല്ലാതെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തു. പക്ഷേ ഈ സിനിമയിൽ എനിക്കൊരു കാര്യം ഉറപ്പ് പറയാൻ പറ്റും. ഇന്നലെ വന്ന ടീച്ചറിലാണെങ്കിലും എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു നിവിൻ പോളിയുടെ ഒരു ഹ്യൂമർ സൈഡ് മാത്രമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ എനിക്ക് കുറേ കൂടെ ഒരു ഇമോഷണൽ ഒരു 360 ഡിഗ്രി നിവിൻ പോളിയുടെ കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നാളെ നിങ്ങൾ സിനിമ കണ്ടിട്ട് പറയാം. എങ്കിൽ തന്നെ മലയാളത്തില് ഭയങ്കര നാച്ചുറൽ ആയിട്ട് കോമഡി പ്രസന്റ് ചെയ്യുന്ന ചുരുക്കം ആക്ടേഴ്സിൽ ഒരാളാണ് നിവിൻ പോളി. അപ്പൊ പ്രേക്ഷകര് ബേസിക്കലി അത്തരത്തിലൊരു നിവിൻ പോളിയെ കാണാൻ കാത്തിരിക്കുന്നുണ്ടല്ലോ. അങ്ങനത്തെ ഒരു സൈഡ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അല്ല, അത് ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ പ്രോമോ കണ്ടു കാണും. പ്രോമോയിലൊക്കെ മാക്സിമം നമുക്ക് കിട്ടിയ റെസ്പോൺസ് അതാണ്. ഹ്യൂമർ ട്രാക്ക് ഭയങ്കരമാണ്. അത് ഈ സിനിമയിൽ വളരെ നാച്ചുറൽ ആയിട്ടുണ്ട്. അതാണ് നമ്മൾ. പക്ഷെ പ്രോമോയിലായാലും മലയാളി ആന്തത്തിലൊക്കെ ഓവർഡൂ ചെയ്തേക്കാം. ശരിയല്ലേ, നമ്മൾ കോമഡിക്ക് വേണ്ടി സെൽഫ് റോളിനൊക്കെ വേണ്ടി വെച്ചതാണ്. സിനിമ അതല്ല. സിനിമ വളരെ അവൻ്റെ റിയൽ ആയിട്ട് നാച്ചുറൽ ആയിട്ട് സിനിമ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുപോലെ നമുക്കൊരു എന്താ പറയുക ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല സിനിമ. ആൾക്കാർ അതിലൂടെ സഞ്ചരിക്കണം. അപ്പോൾ ഇതിൽ വളരെ സാധാരണ സിനിമയായിട്ട് പോകുമ്പോൾ ചെറിയ ചെറിയ ലൈറ്റർ മൊമെന്റ്സ് ഉണ്ടാവും. അതേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഒരു സ്ഥലത്തും ഓവർഡൂ ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ എല്ലാ ഷെയ്ഡ്സും കിട്ടും. ടീച്ചർ വന്നപ്പോൾ പിന്നെ പാട്ട് വന്നപ്പോഴൊക്കെ നിവിനെ ആ സ്പേസിൽ കണ്ടതിന്റെ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ പറഞ്ഞ പോലെ ട്രെയിലർ ഇറങ്ങിയപ്പം വേറൊരു രൂപം സിനിമയുടെ കിട്ടുന്നുണ്ട്. ഇപ്പൊ നിവിനെ സംബന്ധിച്ച് ഈ സിനിമ കഥ കേൾക്കുമ്പോഴുള്ള ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് എന്തായിരുന്നു? എന്താണ് എസ് പറയിപ്പിച്ചത്? ഈ സിനിമ ചെയ്യാനാണോ? യെസ്. ഈ സിനിമ വളരെ റിലേറ്റബിൾ ആയിട്ടുള്ളൊരു കഥയായിരുന്നു. ആ ക്യാരക്ടർ അൽപർബിൽ ഗോപി വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. എനിക്ക് അത്തരം ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഒരു നാട്ടുമ്പുറവും അവിടെ കുറച്ച് സുഹൃത്തുക്കളും അവിടെ കളിച്ചിരിച്ച് നടക്കുന്ന ഒരുത്തിനും വലിയ വീട്ടുകാർക്കൊന്നും വലിയ ഗുണമില്ലാത്തൊരു എനിക്ക് അങ്ങനത്തെ ഒരു സ്പേസ് രസമാണ്. അത് ഭയങ്കര എക്സ്പ്ലോർ ചെയ്ത് ഫണ്ടായിട്ട് ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ കഥ ഇത്തിരി കുറച്ചും കൂടി നല്ല സ്ട്രോങ് കഥയാണ്. അപ്പോൾ അത് വെറുതെ തമാശ പരിപാടിയല്ല. തമാശ പരിപാടിക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അതും എന്നാലൊരു ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ കളിയിൽ അല്പം കാര്യം എന്ന് പറയുന്ന പോലെ ഒരു വളരെ രസകരമായിട്ടൊരു ബ്ലെൻഡ് ഈ പടത്തിലുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ തിയേറ്ററിൽ പ്രേക്ഷകർക്ക് വർക്കാവും എന്ന് തോന്നി. അതാണ്. നിവിൻ നോർമലി വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയ സമയത്ത് തന്നെ നിവിൻ എന്ന് പറഞ്ഞ ഒരു ആക്ടറിനെ വേറെ ലെവൽ ആളുകൾ ഇങ്ങനെ ഒരാളെയാണ് കാത്തിരുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പെർഫോമൻസ് ആയാലും അങ്ങനെ തന്നെ എന്നെ ട്രോളാൻ ഞാൻ മതി എന്നുള്ള ലെവലിലുള്ള പെർഫോമൻസ്. അതിപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള മറ്റുള്ളവർ കളിയാകുന്നതായാലും സക്കയൊക്കെ അങ്ങനെ ഒരു പ്രതിഷേധം പോലെ ആയിരുന്നു. വേറെ ആരും വേണ്ട, എന്നെ ട്രോളാൻ ഞാൻ മതി അങ്ങനെ ഇതാണ്. അതെല്ലാം മറ്റേ വിനീതിൻ്റെ ഐഡിയയാണ്. എൻ്റെ ഒരു പങ്കും കിട്ടത്തില്ല. അല്ലേ, വിനീത് പറഞ്ഞത് അത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളത് ഫേസ് ചെയ്യാന്നുള്ളത്. നമ്മൾ ഒളിച്ചോടിയിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു വിനീതിന് അങ്ങനെ ഒരു ക്യാരക്ടർ എഴുതാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ കരിയറിൻ്റെ പാത്ത് സഹായിച്ചു എന്ന് തോന്നുന്നു. അപ്പം അത് ചെയ്തതാണ്. പക്ഷെ അത് സത്യം പറഞ്ഞ ഇങ്ങനെ ഒരു റിസപ്ഷനൊന്നും ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ടില്ല. അതൊരു ഗസ്റ്റ് അപ്പിയറൻസ് വന്നു പോകുന്നു എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഒരുപാട് മെസ്സേജും സാധനങ്ങളെല്ലാം വന്നു. അപ്പോൾ
പ്രേക്ഷകർക്ക് നന്ദി. എനിക്ക് അതിൻ്റെ പ്രൊമോഷൻ പരിപാടിക്കൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല. ഞാൻ കൊൽക്കത്തയിലായിരുന്നു. വിനീത് ഇങ്ങനെ പല പ്രാവശ്യം വിളിച്ചിരുന്നു, അതിന് എത്താൻ പറ്റിയില്ല. ഞാനിപ്പോൾ റീസെൻ്റ്ലിയാണ് വന്നത്. പക്ഷേ ആ സിനിമ സ്വീകരിച്ച പോലെ തന്നെ ഈ സിനിമയും പ്രേക്ഷകർ സ്വീകരിക്കുന്നു വിശ്വസിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം വന്ന് തിയേറ്ററിലെല്ലാം കയ്യടി നേടിയ, ഏറ്റവും കൂടുതൽ കയ്യടി നേടിയ ഒരാളാണ് നിവിനേട്ടൻ ആ ക്യാരക്ടർ വെച്ചിട്ട്. അപ്പം ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ വിനീത് ശ്രീനിവാസനാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്, ഫുൾ ആളുടെ ആണെന്ന് പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ചേട്ടൻ അത് പറയുമ്പം ഉള്ളെന്ന് വരുന്ന പോലെ ഫീൽ ചെയ്തു. ചേട്ടൻ്റെ സ്വന്തം ഡയലോഗായിരുന്നു. അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയുമ്പോൾ അത് ഉള്ളിന്ന് വരൂലോ, അവസ്ഥ വെച്ചിട്ട് അത് ഉള്ളിന്ന് വന്നതിലേ പറ്റില്ല. അല്ല, അത് ഞാൻ ആദ്യമായിട്ട് കഥ കേട്ടപ്പം എനിക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഡയലോഗ് പറയാനൊക്കെ പേടിയുണ്ടായിരുന്നു. അത് ഞാൻ വിനീതിനോട് പറയുകയും ചെയ്തു. വിനീത് ഇത് ഇങ്ങനെ അഡ്രസ്സ് ചെയ്താൽ അത് പ്രേക്ഷകർ എങ്ങനെ എടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം അത് വേണോ എന്ന് പല പ്രാവശ്യം ചോദിച്ചു. ഞാൻ കഥ കേട്ടപ്പോൾ ചോദിച്ചു, ഞാൻ പേഴ്സണലി വിനീതിനെ വീട്ടിൽ പോയി കണ്ട് ചോദിച്ചു, വഴിയിൽ വെച്ച് ചോദിച്ചു, ഫോൺ വിളിച്ച് ചോദിച്ചു, 5-6 പേരെ കൊണ്ട് ചോദിപ്പിച്ചു. പക്ഷെ എല്ലാ പ്രാവശ്യവും വിനീത് എടാ ഇത് വർക്കാണ്, നീ എന്നെ വിശ്വസിക്കും, ഇത്ര നാൾ എന്നെ വിശ്വസിച്ചല്ലോ. നമ്മൾ ഓക്കെ. അപ്പം ഞാൻ ഒരു ബ്ലൈൻഡ് ബിലീഫ് വിനീതിനെ ട്രസ്റ്റ് ചെയ്ത് ചെയ്ത ക്യാരക്ടറാണ്. അത് നമുക്ക് ഇനിയൊരു വേദിയിലാണ്, കാരണം നമുക്ക് മലയാളി ഫ്രം ഇന്ത്യയെ കുറിച്ച് സംസാരിക്കാം. അതിനോട് പേഴ്സണലായിട്ട് പറയാം. ഡിജോ എന്ന ഡയറക്ടറിൽ ഇപ്പോൾ ക്യൂ എന്ന സിനിമയായാലും ശരി, ജനങ്ങളെന്ന എന്ന സിനിമയായാലും ശരി, സൊസൈറ്റിയിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഉണ്ട്, അല്ലെങ്കിൽ പ്രേക്ഷകരിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡയറക്ടർ വന്ന് സമീപിച്ചപ്പോൾ എന്തായാലും എൻ്റെ കരിയറിൽ ഒരു മാറ്റം ഉണ്ടാകുന്ന ഒരു കഥയായിരിക്കും എന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഇങ്ങനെ ഒരു കഥ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കരിയറിൽ എൻ്റെ ബ്രേക്ക് ത്രൂ തരുന്ന ഒരു കഥാപാത്രമായിരിക്കും ഇത്. അല്ല, ഭയങ്കര എക്സ്പെക്ടേഷനോ അല്ലെങ്കിൽ അങ്ങനെ ലൈഫ് ചേഞ്ചിങ് ക്യാരക്ടറോ അങ്ങനെ ഫീൽ ചെയ്തിട്ടല്ല. ഈ സിനിമ നല്ലതാണ്. ഷാരിസിന്റെ എഴുത്ത് എനിക്ക് ഇഷ്ടമാണ്. ഡിജോയുടെ മുമ്പത്തെ 2 സിനിമകളും എനിക്ക് ഇഷ്ടമാണ്. അപ്പം ഇവരുടെ ഒരു കോമ്പിനേഷനിൽ ഒരു വർക്കുണ്ട്. ഓഡിയൻസിനെ എവിടെയോ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇവരുടെ സിനിമയിലൂടെ വരുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിലിം മേക്കറാണ് ഡിജോ. അപ്പോൾ പിന്നെ ഈ കഥയും എനിക്ക് ആ ഗോപിയോട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ എടുത്ത സിനിമയാണ്. എന്തെങ്കിലും മാസ് ഡയലോഗ് പ്രതീക്ഷിക്കാമോ? ഇല്ല, അത് ഞാൻ ചോദിച്ചു, പക്ഷെ അത് ഞാൻ പറഞ്ഞ ഏക്കില്ല എന്നാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇല്ല ചിന്തിച്ചു. അല്ലാതെ പ്രോമോയിൽ പറഞ്ഞല്ലോ മാസ ഡയലോഗ് എല്ലാം ഒത്തില്ലായിരുന്നു അല്ലടാ. അല്ല, ഇത് അതാ ഞാൻ പറഞ്ഞത്, സിനിമ ജനഗണമനയായിട്ടൊന്നും അങ്ങനെ ഒരു ഇന്നലെ വിട്ട ടീസർ ആ പറഞ്ഞ വളരെ ഒരു ലൈറ്റർ വേർഷനിൽ നിങ്ങൾ കണ്ടാൽ മതി. നിങ്ങൾ ഭയന്ന് മാരകമായിട്ട് സിനിമ ലൈറ്റ് ഫിലിം. ഒരു പാൻ ഇന്ത്യൻ പരിപാടിയല്ല, ഒരു സാധാരണ പരിപാടി. അപ്പോ ആ ഡിസിഷൻ ഫസ്റ്റ് തന്നെ ഉണ്ടായിരുന്നാണോ? ഇതൊരു ഇത്ര ലാംഗ്വേജസിൽ റിലീസ് ചെയ്യേണ്ടത്, മലയാളത്തിൽ തന്നെ എല്ലാവരിലേക്ക് എത്തണം ആ ഒരു കാര്യം? നമ്മളുടെ ഭാഷയിൽ കുറച്ചൊക്കെ ബാക്കിയുള്ളവർ കേൾക്കട്ടെ, നമ്മുടെ ഭാഷയിൽ തന്നെ നമ്മുടെ സിനിമ കാണട്ടെ എന്നുള്ള പർപ്പസ്ഫുൾ തീരുമാനം. അതിന് ഈ സിനിമ പെർഫെക്റ്റ് ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മളുടെ ഒരു ഇതെന്താന്ന് പറയുക, ഇപ്പോൾ നമ്മളിവിടെ നിന്ന് FM ഇപ്പോൾ വെച്ച് നോക്കിയാൽ നമ്മളൊരു അരമണിക്കൂറിലൊരു തമിഴ് പാട്ട് നമ്മൾ കേൾക്കും അല്ലേ? നീ ചെന്നൈയിൽ പോയിട്ടോ ബാംഗ്ലൂർ പോയിട്ടോ ഒന്ന് പ്ലേ ചെയ്യും, അവരുടെ ഭാഷയിൽ മാത്രമേ പാട്ടുകൾ കേൾക്കുള്ളൂ. നമ്മളെല്ലാത്തിനെയും സ്വീകരിക്കുന്നവർ, മലയാളിയുടെ ഏറ്റവും വലിയൊരു ഒരു ക്രെഡിറ്റാണ് നമ്മളെല്ലാത്തിനെയും സ്വീകരിക്കുന്നവർ. ഒരു വേൾഡ് കപ്പ് സമയത്ത്, ഫുട്ബോൾ വേൾഡ് കപ്പ് സമയത്ത് 10-20 രാജ്യങ്ങളിലെ കൊടി ഉയരുന്ന ഒരു സംസ്ഥാനമാണ്, അങ്ങനെയുള്ളൊരു നാടാണ്. അപ്പോൾ ആ നാടിനെ, ആ മലയാളിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ മലയാളിയെ നമ്മൾ ഡബ് ചെയ്തിട്ട് കേൾക്കണം, മലയാളിയെ നമ്മൾ വേറൊരു ഭാഷയിൽ ഡബ് ചെയ്യണം എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ ചോദ്യം. വേണ്ട, ഈ വർഷം നമ്മൾ പകർത്തുകൊണ്ടിരിക്കുകയല്ലേ, നമ്മളുടെ സിനിമയല്ലേ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്, നമ്മളുടെ സിനിമകളല്ലേ വെയിറ്റ് ചെയ്യുന്നത്. നമ്മളുടെ ഭാഷ ബാക്കിയുള്ളവർ കേൾക്കട്ടെ, നമ്മളുടെ ഭാഷയിൽ തന്നെ കേൾക്കട്ടെ. ഈ മുണ്ടെടുത്ത് സൈക്കിളിൽ ഈ 2 പേര് പോകുന്ന, ലുങ്കി എടുത്ത് പോകുന്നത് ഇതായിരിക്കണം ഞങ്ങളുടെ ടീസർ എന്നും ഫസ്റ്റ് ലുക്ക് എന്നും. ഈ ഫസ്റ്റ് ലുക്ക് തന്നെ ലോകമെമ്പാടുമുള്ള സ്ക്രീനുകളിൽ വരണം എന്നും ആഗ്രഹിച്ചാണ് ഞങ്ങൾ ഈ സിനിമ തുടങ്ങിയത്. കാരണം ഇത് ലുങ്കി എടുക്കുന്നവൻ്റെ, മുണ്ടെടുക്കുന്നവൻ്റെയും സിനിമയാണ്. അതിനെ ഡബ് ചെയ്യണ്ട. കൃഷ്ണസ്വാമികളുണ്ടായിരുന്നത് പോലെ ആ കണ്ട വേർഷൻ തന്നെയാണ്, അല്ലെങ്കിൽ ടീസറിൽ കണ്ടത് തന്നെയാണ് സിനിമയിൽ. പ്രൊമോഷൻ മെറ്റീരിയൽ കണ്ടതൊക്കെ ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്.
കണ്ടാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവൻ്റെ രൂപവും ലുക്കും എല്ലാം നമ്മൾ ഡിസൈൻ ചെയ്തേക്കണം റെപ്രസെൻറ്റിങ് ഒരു സാധാരണ മലയാളി അത്രയും. ലിസ്റ്റിൻ ചേട്ടൻ എന്താണ് ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്യാന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു? ഇപ്പൊ നിവിൻ ധ്യാൻ ചിത്രം ഞാനും അത് ആലോചിച്ചുകൊണ്ടിരിക്കും. കാരണം ഇത്രയും ഫുൾ റിസ്കിൽ ഇപ്പം ഞാൻ ഇത്രയും സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഫുൾ റിസ്കിൽ ഒരു സിനിമ ഇറക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്താകുമെന്ന് ഞാനിങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് ഭാര്യ അതുകൊണ്ടിട്ട് എൻ്റെ കൂടെ നിൽക്കാതെ വീട്ടിൽ ടൂർ പോയിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ ടെൻഷൻസൊക്കെ ഈവൻ കണ്ടുകൊണ്ട് ആണെന്ന് തോന്നുന്നു. കാരണം ഒരു സിനിമ ഇറക്കിയിട്ടിട്ട് അതിൻ്റെ കാര്യങ്ങൾ പോലും പുറത്തേക്ക് വിടുന്നില്ല. അതുപോലെ ഇന്നലെ ഞങ്ങളെല്ലാം നിർബന്ധിച്ചിട്ടാണ് വിജയ് വിടുന്നത്. കാരണം അപ്പോൾ അതിൻ്റെ സസ്പെൻസ് പോകും. ഞാൻ ചോദിച്ചാൽ 1-ാം തീയതി ഇറങ്ങുമ്പോൾ ഇത് ഓൾറെഡി പോകുമല്ലോ, ഇപ്പോൾ 2 ദിവസം മുമ്പ് പോയാൽ എന്താ കുഴപ്പമിരിക്കുന്നത്? ഇല്ല, 2 ദിവസത്തോടെ വെയിറ്റ് ചെയ്യും. അപ്പം അങ്ങനെ ഞാൻ നിർബന്ധിച്ചതിൻ്റെ പേരിലാണ്. അപ്പം നിവിനും ഇതെല്ലാം കേട്ടോണ്ടിട്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പം നിവിനോടും പറഞ്ഞു, നിവിനെ ഇപ്പം നമ്മളെ മൊത്തത്തിൽ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊരു സംശയമുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു പ്രസ് മീറ്റ് കൊടുക്കണം. അങ്ങനെ നിവിൻ പറഞ്ഞു ശരി, അപ്പം അങ്ങനെയാണ് ഒരു പ്രസ് മീറ്റ് തന്നെ നമുക്ക് വെക്കാന്നുള്ള ഒരു വാശിയുടെ പുറത്താണ് ഇന്ന് പ്രസ് മീറ്റ് പോലും വെച്ചത്. അല്ലെങ്കിൽ ഇന്ന് മിനിങ്ങാന്നിറങ്ങിയ ടീച്ചറും കാണത്തില്ല, ഇന്നത്തെ പ്രസ് മീറ്റും കാണത്തില്ല. അപ്പം ചിലപ്പോൾ എനിക്ക് ഡൗട്ട് നാളെ കഴിഞ്ഞ് ചിലപ്പോൾ ഞാനും കാണത്തില്ല. ഉണ്ടായിരുന്നു ഒരു 1-2 മണിക്കൂർ ഒരു വിഗ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ നേരം പ്രിപ്പയർ ചെയ്തല്ലേ. ഒരു ദിവസം മൊത്തം ഏറ്റവും അലമ്പ് വിഗ് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ള ഡിസ്കഷനായിരുന്നു. അപ്പോൾ അതിങ്ങനെ കുറേ ഇട്ട് ഞങ്ങൾ പല വെച്ച് പിന്നെ അത് സമയമെടുക്കും. ആ പ്രോസസ്സ് തന്നെ ഒരു 15-20 മിനിറ്റോളം അത് സെറ്റ് ചെയ്ത് അത് അങ്ങനെയൊക്കെ കുറച്ച് അല്ല അങ്ങനെ ഭയങ്കര പ്രിപ്പയർ ചെയ്ത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പടം. കണ്ടാറിയാലോ. ചേട്ടാ ടീച്ചർ ഇറങ്ങിയ സമയത്ത് ഫസ്റ്റ് ഷോട്ട് കണ്ടിട്ട് കാന്താര സിനിമയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻസ് ആയിട്ട് അടിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചായിട്ട് ഇത്തരത്തിൽ കലാരൂപങ്ങൾ കാണുമ്പോൾ കാന്താര പോലുള്ള സിനിമയോട് ഇവിടെ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരം കമൻറ്റുകളോട് എന്താ പറയാനുണ്ട്? അല്ല, അത് നമ്മുടെ സിനിമയിൽ ഈ ടീസറിൽ വിട്ട ഒരു കൈനോട്ടക്കാരി അല്ലെങ്കിൽ മുത്തപ്പൻ ഇതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ അതിൻ്റെ ഓരോരോ ഏരിയാസിൽ വരുന്ന അത് നമ്മുടെ സിനിമയിൽ വളരെ സട്ടിലായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു വലിയ ഏരിയാസാണ്. മുത്തപ്പനൊക്കെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സിനിമ. അതുകൊണ്ടാണ് നമ്മൾ ടീസർ വിട്ടപ്പോൾ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. കാന്താര സിനിമയായിട്ടൊന്നും ഒരു ബന്ധമില്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഈ മുത്തപ്പൻ നമ്മുടെ മലയാളികൾക്ക് എത്രത്തോളം കണക്റ്റഡ് ആണ് ഒരു കൈനോട്ടക്കാരി മുത്തപ്പൻ. അതുപോലെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. സലീമേട്ടൻ, മഞ്ജു ചേച്ചി ഗോപിയുടെ അമ്മയാണ്. ഈ ക്യാരക്ടേഴ്സൊക്കെ നമ്മളുടെ ലൈഫിൽ നമ്മുടെ അമ്മമാരും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ആൽപ്പറമ്പിൽ ഗോപിക്ക് ഈ പറഞ്ഞ പോലെ മുത്തപ്പനും ഇവരെല്ലാം. ഇതാണ് മലയാളിയുടെ ഒരു സ്റ്റോറി എന്ന ബേസിസിൽ നമ്മൾ അങ്ങനെ ഒരു ടീച്ചർ ഉണ്ട്. നത്തിങ് ടു ഡു വിത്ത് കാന്താര. ഈ ട്രെയിലറിന്റെ അവസാനം മറ്റൊരു ടെറേനിൽ കൂടി ബസ് പോകുന്നതും നിവിന്റെ മറ്റൊരു ലുക്കും ഇതിൽ കാണുന്നുണ്ട്. അത് കുറച്ചൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സേ ഉള്ളൂ. അപ്പം സിനിമയിൽ ഒരു മലയാളി മറ്റൊരു നാട്ടിൽ പോയി ഒരു മാസ് ആവുന്ന ഒരു രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ്, അങ്ങനത്തെ ഒരു 2 ചേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഒരു ദിവസം കൂടിയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പം ചിലവ് നമുക്കിപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ ടീച്ചറിലുണ്ട്, മറ്റേ തിയേറ്ററിൽ കാണാം. അല്ല, ബേസിക്കലി പറഞ്ഞ ലിസ്റ്റും പറഞ്ഞാൽ ഇതിനകത്ത് സസ്പെൻസ് ഒന്നും ഇല്ല. ഈ വിട്രാന്ന് പറഞ്ഞിട്ട് സസ്പെൻസ് ഒന്നുമില്ല. ഇപ്പം എനിക്ക് നിങ്ങൾ ഇന്നലെ ടീച്ചറിൽ കണ്ടതായിരിക്കാം ഒരു സസ്പെൻസ്. അതായത് ഇതിൻ്റെ ഒരു ലുക്കും കൂടെ ഉണ്ട്. അതായത് അതിപ്പരം ഈ ജനഗണമന പോലെ ഒരു ഹാർഡ് കോർ സസ്പെൻസ് ഡ്രിവൻ സിനിമയല്ല. ദിസ് ഇസ് എ വെരി ലൈറ്റ് ഹാർട്ടഡ് സിനിമ. അതിൽ ഇങ്ങനെ ഒരു ലുക്കുണ്ട്, അത് വ്യക്തമാക്കണമെന്നുണ്ടായിരുന്നു. അത് ഇന്നലെ ടീച്ചർ വിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ തിയേറ്ററിൽ കാണത്തുള്ളായിരുന്നു. ഞങ്ങൾ അതുകൊണ്ട് അത് ഇന്നലെ നമ്മളത് വളരെ ക്ലീനായിട്ട് വിട്ടു. ഇത് ആക്ച്വലി ഞാനും കണ്ടു കുറേ സിനിമകൾ ഈ പറഞ്ഞ പോലെ മൈ നെയിം ഈസ് ഖാൻ ഇങ്ങനത്തെ കുറേ സിനിമകളുടെ റെഫറൻസ് ആണ് എന്ന് പറയുന്നവരാണ്. സത്യം പറഞ്ഞാൽ ആ സിനിമയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയിട്ട് കാണുന്നത്. അത് വേറെ ലെവൽ സിനിമയാണ്. ഇത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജനഗണമനയുടെ സമയത്ത് നമ്മൾ ഏപ്രിൽ 28 ഇറങ്ങുന്നതിന് മുന്നേ അത് പലരും പറഞ്ഞു അബ്ദുൾ നാസർ മദനിയുടെ കഥയാണോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് നിങ്ങൾ ഏപ്രിൽ 28 വന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ അതുപോലെ തന്നെ ഇത് ആൽപ്പറമ്പിൽ ഗോപിയുടെ കഥയാണ്. 24 മണിക്കൂറുള്ളൂ. നാളെ വരുമ്പോൾ അത് വളരെ ക്ലിയർ ആണ്. സിമ്പിൾ. ഇത്
റിലീസ് ചെയ്യുന്ന ഡേയ്സ്, അതായത് നാളെ തന്നെ മെയ് 1 റിലീസ് ചെയ്യുന്നു. അത് തൊഴിലാളി ദിനം, ഇത് മറ്റൊരു എന്തോ എല്ലാ സ്പെസിഫൈ പോയിന്റ് ചെയ്യപ്പെടുന്ന പോലെ ഒരു തോന്നൽ. അല്ല, അതാണ് തൊഴിലാളി ദിനത്തിൽ ശരിക്കും ഒരു പണിയെടുക്കാത്ത രണ്ടുപേരുടെ കഥയാണ് അത്. കാര്യം വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ട് സാധാരണക്കാരൻ റോ ആയിട്ടുള്ള ഒരു മലയാളി, അവൻ ഇങ്ങനെ ലുങ്കി മുണ്ടൊക്കെ ഉടുത്ത് സൈക്കിളിൽ നടക്കുന്ന അവൻ, പത്രമൊക്കെ വായിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു തന്നെ അവൻ്റെ അമ്മ. അപ്പൊ അത് ലിസ്റ്റിനായാലും അന്ന് പറഞ്ഞു മെയ് 1 നമുക്കൊന്ന് ടാർഗറ്റ്, ഐ മീൻ അതൊരു ഓപ്ഷൻ അല്ലേ എന്ന് പറഞ്ഞപ്പോൾ ശരിയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് കണക്ട് ആയി. ശരി, അതായത് സിനിമയിൽ അത് തന്നെയാണല്ലോ, ഒരു പണിയില്ലാത്ത അവൻ്റെ കഥയില്ല. അപ്പൊ അത് മെയ് 1 അതാണ് ഇന്ന് പ്രസ് മീറ്റ് വെച്ചതിന്റെ മെയിൻ ഇതാണ്. പലർക്കും ഈ പറഞ്ഞ പോലെ ബുധനാഴ്ച ഒരു സിനിമ റിലീസ് അവർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അതൊന്ന് എൻഫോഴ്സ് ചെയ്യുക അല്ലെങ്കിൽ റീഇൻഫോഴ്സ് ചെയ്യാനാണ് നമ്മളുടെ ഉദ്ദേശം ഇന്ന് ഈ മൊമെന്റിൽ. ജസ്റ്റ് ഒരു കാര്യം പറയാം, അതിൽ ഈ സിനിമ 2 മണിക്കൂർ 40 മിനിറ്റ് ഉണ്ട്, 2 hours 40 minutes. നമ്മളെ സംബന്ധിച്ചറിയാം ഒരു ലെങ്തി സിനിമ തന്നെയാണ്. ഞങ്ങളതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം. ഈ സിനിമയിൽ ഞങ്ങൾ മായം കലർത്താൻ ശ്രമിച്ചിട്ടില്ല. ഇതിൽ മായം കലർത്തി ഇത് പൊല്യൂട്ട് ചെയ്ത് ഇത് കുറച്ചുകൂടെ അങ്ങനെയൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല. ജെന്യുവൻലി ഞങ്ങൾ ഈ സിനിമയ്ക്ക് വിശ്വസിക്കുന്ന ലെങ്ത്തിൽ ഞങ്ങൾ ഇത് സിനിമ ഇറക്കുകയാണ്. അതിനൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ മലയാളി ഓഡിയൻസ് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പറയുന്ന ഏറ്റവും കൂടുതൽ പലതരത്തിലുള്ള സിനിമകൾ കാണാൻ വില്ലിംഗ് ആണ്. അവർ വില്ലിംഗ് ആയിട്ടുള്ളവരുടെ മുന്നിൽ ഞങ്ങളിനി സിനിമയെ മായം കലർത്തുന്നോ പൊല്യൂട്ട് ചെയ്യാണ്ടോ കാര്യമില്ല. അത് ഈ വർഷത്തെ ഈ റെക്കോർഡ് വെച്ചിട്ട് ഈ പറയുന്ന മലയാളികൾക്ക് അത് കണ്ട് ഇഷ്ടമാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിട്ട് ഇതിനെ പൊല്യൂട്ട് ചെയ്യാൻ നോക്കിയിട്ടില്ല. ഞങ്ങൾ ജെനുവിനായിട്ട് തന്നെ 100% കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഈ സിനിമ എടുക്കും. ഇപ്പോഴത്തെ മലയാള സിനിമകളിലൊക്കെ ആയിരുന്നു 100 ദിവസം 150 ദിവസം അങ്ങനത്തെ ഒരു ട്രാക്ക് ഉണ്ടായിരുന്നു. ഇപ്പം നോക്കാൻ 100 കോടി 200 കോടി അങ്ങനത്തെ ഒരു ഇതാണ്. ആസ് എ പ്രൊഡ്യൂസർ എന്താണ് എക്സ്പെക്ടേഷൻ? എനിക്ക് അത്രയും കോടിയൊന്നും വേണ്ട. ഇപ്പം നിലവിൽ ഈ ഇറങ്ങുന്ന എല്ലാ സിനിമകളും ഇപ്പോൾ നല്ല കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് ഉള്ളതുകൊണ്ട് ഇതെല്ലാം നന്നായിട്ട് പൊക്കൊണ്ടിട്ടിരിക്കുകയാണ്. ഇപ്പം ഫെബ്രുവരി നോക്കിയാൽ ഫെബ്രുവരി മുതൽ ഇറങ്ങിയ എല്ലാ സിനിമകളും തന്നെ 50 കോടിക്ക് മേളിലാണ്. ഒരു 90% സിനിമകൾ അല്ലെ 95% സിനിമകൾ മലയാള സിനിമകളെല്ലാം എല്ലാ സ്റ്റേറ്റിലും സ്വീകരിക്കുന്ന ഒരു കാലമാണ്. എനിക്ക് തോന്നുന്നത് നിവിൻ്റെ സിനിമയാണ് പ്രേമമാണ് ഒരു ഔട്ട്സൈഡ് കേരള ഒരു 2 കോടി രൂപ 2.5 കോടി രൂപ ഷെയർ വന്നത്. അതാണ് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഷെയർ വന്ന ഒരു സിനിമ. അതിനുശേഷം ഏറ്റവും കൂടുതൽ ഷെയർ വന്ന പടമാണ് ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രേമിലും ഇപ്പോൾ 4-5 കോടി രൂപ ഷെയർ വന്നു. അപ്പം ഇപ്പോൾ തമിഴായിക്കോട്ടെ തെലുങ്കായിക്കോട്ടെ ഏറ്റവും കൂടുതൽ ഇപ്പം അവിടെയൊന്നും നല്ല സിനിമകൾ ഇപ്പോൾ ഇറങ്ങുന്നുമില്ല. അത് ഒരു വലിയൊരു കാരണമാണ്. അപ്പം ഇപ്പം നമ്മൾ തന്നെ നാളെ ഈ സിനിമ ഇറക്കുമ്പോൾ അത്രയും സ്റ്റേഷൻസ് ആണ് കിട്ടിയിരിക്കുന്നത്, തിയേറ്ററുകൾ കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു സിനിമ നല്ലതാണെങ്കിൽ മാക്സിമം കളക്ഷൻ കിട്ടാനുള്ള എല്ലാ കാര്യമുണ്ട്. അതുകൊണ്ടിട്ട് ഇപ്പോൾ ഒരു 100 കോടി എന്ന് പറയുന്നത് ഒരു അസാധ്യമായ കാര്യമല്ല. ഒരു പടം നല്ലതാണെങ്കിൽ 100 കോടി ഫാസ്റ്റായിട്ട് വന്നുകൊണ്ടിട്ടിരിക്കും. ഇപ്പോൾ ആടുജീവിതം പോലെയുള്ളൊരു സിനിമ അതുപോലും എത്ര പെട്ടെന്നാണ് 100 കോടി 150 കോടിയിലേക്ക് വരുന്നത്. സോ അങ്ങനെ ഓഡിയൻസെ മാറിക്കഴിയും. ഇപ്പോൾ ആളുകൾ സ്പെൻഡിങ് മോഡിലാണ് ചിലവഴിക്കാന്നുള്ള കാര്യം. അപ്പം ഇവൻ തന്നെ പറഞ്ഞാൽ നമ്മൾ ടൈമിങ് ഡ്യൂറേഷൻ ഇച്ചിരി കൂട്ടി വെച്ചേക്കാന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്ത് ഭയങ്കര ചൂടായതുകൊണ്ട് അകത്ത് AC-ലാണെങ്കിലും വന്നിരുന്നോട്ടെന്ന് പുറത്ത് എങ്ങനെയെങ്കിലും വിചാരിച്ച് സിനിമ കാണുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞങ്ങളൊരു 10 മിനിറ്റ് കൂട്ടിയില്ല, 2:30-ക്ക് തീർക്കാവുന്ന പറഞ്ഞു. പറമ്പിൽ ഗോപിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞങ്ങളുടെ വിശ്വാസം. നിവിൻ പോളി ഇല്ല, ഇത് ഗോപിയാണ്. ടിജോ ചേട്ടനാണ്. ടിജോ ചേട്ടൻ്റെ ഇപ്പോൾ സിനിമകളിൽ ടിജോ ചേട്ടൻ്റെ ക്യൂനാണെങ്കിലും ജനഗണമനയാണെങ്കിലും നമ്മൾ നേരിടുന്നൊരു പ്രശ്നം, ഒരു ടീനേജേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സമൂഹം നേരിടുന്ന ഒരു പ്രശ്നമാണ്. നിങ്ങളിപ്പോൾ പറഞ്ഞു, നമ്മുടെ റൈറ്റർ പറഞ്ഞു സിനിമ മലയാളത്തിൽ തന്നെ കാണട്ടെ എന്ന് പറയുന്നു. നമ്മുടെ സിനിമയ്ക്ക് പറയാൻ പുറത്ത് സ്വീകാര്യത കുറവാണ്. അപ്പം നമ്മുടെ വലിയ സിനിമകളാണെങ്കിൽ പോലും ഇവിടെ ഹിറ്റാവുന്ന പല സിനിമകളും ഇപ്പോൾ സ്വീകാര്യത വന്ന് തുടങ്ങി, അതിപ്പോൾ ഡബ് ചെയ്തിട്ടാണെങ്കിൽ പോലും. അപ്പോൾ മലയാളി ഫിലിമിൻ്റെ മലയാളികൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തെയാണോ അല്ലെങ്കിൽ നമ്മുടെ സിനിമ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിനുള്ളൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ അതാണോ ഈ സിനിമയുടെ ഒരു? അല്ലടാ, അത് ഞാൻ വളരെ സിമ്പിളായിട്ട് ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരാളുടെ കഥ അയാളെ നമുക്ക് ആസ് എ മലയാളി അത് ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആയിരിക്കും, കണക്റ്റബിൾ ആയിരിക്കും. അതല്ലാതെ അയാളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുമോ അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രോബ്ലം സൊല്യൂഷനോ അങ്ങനത്തെ ഒന്നും ഒരു പേർപ്പസ് നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യയിൽ നിന്നില്ല. നമ്മുടെ സിനിമ പ്യുവർ എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശവും
ആ എൻ്റർടൈൻമെൻറ്റിനൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളിയുണ്ട്. ആൽപ്പറമ്പിൽ ഗോപിയും മൽഘോഷും ഇവരുടെയൊക്കെ കളി തമാശകളൊക്കെ ചെറിയ രീതിയിലുണ്ട്. അതുകൂടാതെ അല്പം കാര്യമുള്ള സിനിമ. അതല്ലാതെ ഈ ടൂ മച്ച് നമ്മൾ അങ്ങനത്തെ ഒരു പേഴ്സ്പെക്റ്റീവിലേക്ക് ഒന്നും പോകുന്നില്ല. വളരെ സിമ്പിളായിട്ട് അതൊക്കെ നേരത്തെ ഹാരിസ് പറഞ്ഞതുപോലെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റാണ് ഈ സിനിമ. അനശ്വര, ഈ ചുരുങ്ങിയ കാലത്ത് അനശ്വര ഒരുപാട് സീനിയർ ആക്ടേഴ്സിൻ്റെ കൂടെ ഒക്കെ ചെയ്തു. അപ്പം ഇതിൽ തന്നെ ആ ടീച്ചറിൽ എനിക്ക് കല്യാണപ്രായമായിട്ടില്ലടാ മുതുക്ക എന്ന് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പം നിവിനായിട്ടൊരു ഇക്വേഷൻ എങ്ങനെയാണ് നിവിനായിട്ടും ഈ ടീമിൽ വർക്ക് ചെയ്യുമ്പോഴൊരു എക്സ്പീരിയൻസ് കൂടെ പറയാം. ഈ പടത്തിനകത്ത് എന്നോട് ആദ്യം വിളിക്കുമ്പോൾ തന്നെ എന്നോട് വിജയ് ചേട്ടൻ പറഞ്ഞൊരു കാര്യം, എന്നെ ഫസ്റ്റ് വിളിക്കുന്നത് ഇത് പറഞ്ഞിട്ടാണ്. നിവിൻ ചേട്ടൻ്റെ നായികയായിട്ടാണെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അതെങ്ങനെ സെറ്റാവും, അല്ല അങ്ങനെയാണ് കഥ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഈ പടത്തിനകത്ത് അങ്ങനെ കെമിസ്ട്രി എന്നൊന്നും പറയത്തക്ക വിധത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ കൃഷ്ണ സോങ്ങിൽ കണ്ട പോലെ തന്നെ കൃഷ്ണയുടെ പുറകെ നടക്കുന്ന ഒരു ഒരു പൂവാലൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് അതിനകത്ത്. ആ സോങ്ങിലുള്ള പോലെ തന്നെയാണ് പടത്തിലും ഉള്ളത്. സോ ഇപ്പം നിവിൻ ചേട്ടനാണെങ്കിലും സെറ്റിൽ കൂടെ വർക്ക് ചെയ്യാനാണെങ്കിലും ഭയങ്കര രസമായിട്ടുള്ളൊരു ആളാണ്. എനിക്ക് തോന്നുന്നു ആ റാപ്പോ നൈസായിട്ട് സ്ക്രീനിൽ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇങ്ങോട്ട് 2 ചോദ്യം ചോദിക്കേ. ഒന്ന്, ഫസ്റ്റ് മൂവി തൊട്ട് ഇപ്പൊ ഈ 3 സിനിമകളും ഷാരിസ് ബ്രോനെ വട്ടം പിടിച്ചിട്ടുണ്ട്. അത് മറ്റൊരാളെ സെലക്ട് ചെയ്യാനുള്ള കോൺഫിഡൻസ് കുറവാണോ, അതോ ഷാരിസ് ബ്രോയോടുള്ള കോൺഫിഡൻസിന്റെ കൂടുതലാണോ? അല്ല, ബേസിക്കലി എനിക്ക് പേഴ്സണലി ഞങ്ങൾ ഒരുമിച്ച് വന്നവരാണ്, ഞാനും ഷാരിസും. അപ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. പക്ഷേ ആ സൗഹൃദത്തിനെക്കാട്ടും കൂടുതൽ ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നവർ പലരും എന്നോടുള്ള സൗഹൃദത്തിൻ്റെ പേരിലല്ല നിവിൻ സിനിമ കമ്മിറ്റ് ചെയ്തത്. ലിസ്റ്റിൻ എൻ്റെ സൗഹൃദത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഞാൻ പൊളിയാണെന്ന് പറഞ്ഞിട്ടല്ല ലിസ്റ്റിൻ. കാര്യം ശരിയാണ്, ലിസ്റ്റിൻ പറഞ്ഞ് ഇത്രയും ആ സിനിമ ഇത്ര പൈസ മുടക്കി, അതൊക്കെ ശരിയാണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഞാൻ ആസ് എ ഡയറക്ടർ ഞാനൊരു സിനിമ ചൂസ് ചെയ്യുന്നത് അതിൻ്റെ കഥ അല്ലെങ്കിൽ അതിൻ്റെ സോള് നമുക്ക് കണക്റ്റ് ആകുമ്പോഴേ ഞാനത് എടുക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അത് സൗഹൃദമല്ല ഈ പറഞ്ഞ പോലെ ഷാരിസുമായിട്ടുള്ള സൗഹൃദം. അങ്ങനെയാണെങ്കിൽ ഞങ്ങളിപ്പോൾ ഒരു 150 സിനിമ ചെയ്യണ്ട കാര്യം. അവൻ എൻ്റെ അടുത്ത് പല കഥകളും ചർച്ച ചെയ്തിട്ടുണ്ട്. അവനും ഞാൻ അറിയാം ചിലത് നിനക്ക് വർക്കായില്ലല്ലേ എന്ന് അവനും എന്നോട് പറയും. കാര്യം ഞങ്ങൾ നമ്മൾ ബന്ധം അതാണ്. അങ്ങനെ വർക്കാവാത്തതാണോ വേറെ ചെയ്തത്? ആരും ഇല്ലില്ല, അത് അവൻ എന്നോട് പറഞ്ഞതല്ല. ഒരു ക്വസ്റ്റ്യൻ കൂടെ. ഇപ്പോ നമ്മൾ ക്യൂരില് ഒരു പ്രൊഫസറായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് മൂവി ജനഗണമനയിലും പ്രൊഫസർ. അപ്പൊ അതിലിപ്പോ കള്ളനും കൊള്ളക്കാരനും ബോംബുരും ഒക്കെ ഉണ്ടായിട്ട് ഈ പ്രൊഫസർ തന്നെ തെരഞ്ഞെടുത്തത് ബോധപൂർവ്വം എടുത്തതാണ്. അത് അങ്ങനത്തെ സിനിമയിൽ അവിടെ ഒരു ഏരിയ വന്നപ്പോൾ ഞാനത് എക്സ്പ്ലോർ ചെയ്യാന്ന് ഓർത്ത് എടുത്തത് മാത്രമാണ്. രണ്ടാമത്തെ ഇല്ല, അവിടെ ഒരാൾ ഒന്നുമില്ല. ശരി, ഇല്ല ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് അത് വന്നു ചേർന്നതാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇപ്പം ഇതിൻ്റെ അകത്ത് പ്രോമോ ചെയ്തതിൽ ഞാൻ ഡയറക്ടറായിട്ടല്ല, സിമ്പിൾ വേറെ